ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതില് സിദ്ധാന്ത പ്രഭുവും ഡിവോട്ടീസിന്റെ മെയിൻ ആയിട്ടുള്ള ഡിവോട്ടീസും പ്രഭുപാദുമായിട്ടുള്ള ഇന്ററാക്ഷനാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതില് ഒരു ഡിവോട്ടിയുടെ പേര് ഭക്തദാസ് എന്നാണ്. അപ്പൊ ഭക്തദാസ് പ്രഭു ഇനിഷ്യേഷന്റെ സമയത്ത് ഉണ്ടായ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇനിഷ്യേഷൻ സമയത്ത് അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമാണ് ഇനിഷ്യേഷൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ച് പ്രഭുപാദിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മി പേരെന്ന് വെച്ചാൽ ബില്ലെന്നാണ്. അപ്പൊ പ്രഭുപാദ് ആ മാല കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ബിൽ പ്രഭു കം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിന്റെ പേര് ഭക്തദാസ് എന്നാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് അത് എക്സ്പ്ലെയിൻ ചെയ്തു. നീ എത്രത്തോളം മറ്റു ഭക്തന്മാരുടെ സേവകനായിട്ടിരിക്കുന്നുണ്ടോ അതാണ് നിന്റെ ആത്മീയമായ പുരോഗതി എന്ന് പറഞ്ഞു. പക്ഷെ നീ എത്രത്തോളം മറ്റുള്ളവരുടെ യജമാനായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്ര വേഗം നീ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഈ ഒരു ഇനിഷ്യേഷൻ സമയത്ത് പ്രഭുപാദ് കൊടുത്ത ഈ ഒരു വാക്യങ്ങൾ അദ്ദേഹം എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തുടക്കകാലത്ത് അദ്ദേഹം ഭക്തന്മാരെന്ന് കരുതിയത് ഉന്നതരായിട്ടുള്ള ഈ വലിയ ആൾക്കാരെയാണ് ഭക്തരെന്ന് കരുതി, അതായത് വലിയ വലിയ പൊസിഷനിലിരിക്കുന്നവരെ ഭക്തരെന്ന് കരുതി. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം പുരോഗമിച്ചു വരുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി നമുക്ക് ചുറ്റുമുള്ള എല്ലാ പുതുതായിട്ട് വന്നവരെല്ലാം ഭക്തരാണ്, അപ്പൊ അവരെ എല്ലാം സേവിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കിയെന്നും ആ പ്രഭുപാദ് തന്ന ആ ഒരു തത്വം എത്രത്തോളം സേവകനായിട്ടിരിക്കുന്നോ അത്രത്തോളം ആത്മീയ പുരോഗതി ഉണ്ടാവും, എത്രത്തോളം യജമാനായിരിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മോശമായിട്ട് അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് കൃഷ്ണാബോധത്തിന്റെ ആകത്തുക എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് അദ്ദേഹം തന്റെ സാക്ഷാത്കാരത്തിൽ പറഞ്ഞു.